പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ജൂൺ മാസം 7-ാം തീയതി ഞായറാഴ്ച. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 33-ാമത്തെ വാക്യം. മനുഷ്യരുടെ മുൻപാകെ എന്നെ നിഷേധിക്കുന്നവനെ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുൻപാകെ ഞാനും നിഷേധിക്കും. ഈ വചനം ഭീഷണിയുടെ വാക്കല്ല, സ്നേഹത്തിൻ്റെ വിളിയാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും യേശുവിനോട് ചേർന്ന് നിൽക്കുവാനുള്ള ആഹ്വാനമാണ്. ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുക എന്ന് പറയുന്നത് അധരങ്ങൾ കൊണ്ട് ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല. നമ്മുടെ ജീവിതം തന്നെ യേശുവിൻ്റെ സാക്ഷ്യമായി മാറുമ്പോഴാണ് യഥാർത്ഥ ഏറ്റുപറച്ചിൽ നടക്കുന്നത്. ഇരുട്ടിനിടയിൽ തെളിയുന്ന ഒരു ദീപം പോലെ സ്വാർത്ഥത നിറഞ്ഞതായ ലോകത്തിൽ സ്നേഹത്തിൻ്റെ അടയാളമായി ജീവിക്കുമ്പോൾ നാം ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുവാൻ സാധിക്കും. യേശുതമ്പുരാൻ പറയുന്നുണ്ട്, പിതാവിനേക്കാളോ മാതാവിനേക്കാളോ എന്നെ അധികം സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. ഈ വചനം കുടുംബസ്നേഹത്തെ നിരാകരിക്കുന്നില്ല, മറിച്ച് എല്ലാ സ്നേഹങ്ങളുടെയും ഉറവിടമായ ദൈവത്തെ ഒന്നാം സ്ഥാനത്ത് വയ്ക്കണമെന്ന് ഓർമ്മിപ്പിക്കും. ദൈവം നമ്മുടെ ഹൃദയത്തിൻ്റെ സിംഹാസനത്തിൽ ഒന്നാമനായിരിക്കുമ്പോൾ മാത്രമേ മറ്റെല്ലാ ബന്ധങ്ങളും യഥാർത്ഥ സൗന്ദര്യം പ്രാപിക്കുകയുള്ളൂ. ജീവിതത്തിൽ ചിലപ്പോൾ ചില ക്രൂശുകൾ കടന്നു വന്നേക്കാം, മനസ്സിലാക്കപ്പെടാത്തതായ നിമിഷങ്ങൾ വന്നേക്കാം, വിശ്വാസത്തിന് വേണ്ടി നഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നേക്കാം. അപ്പോഴാണ് യേശുവിൻ്റെ മറ്റൊരു വചനം നമ്മെ ശക്തിപ്പെടുത്തുന്നത്, തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. ക്രൂശ് എന്നത് ശിക്ഷയുടെ ചിഹ്നമല്ല, സ്നേഹത്തിൻ്റെ വിലയാണ്. ക്രൂശ് ചുമന്നവരാണ് ഉയർപ്പിൻ്റെ മഹത്വം കാണുന്നത്. കണ്ണുനീരിൻ്റെ രാത്രികൾ കടന്നു പോയവരാണ് പ്രഭാതത്തിൻ്റെ പ്രകാശം കൂടുതൽ മനോഹരമായി അനുഭവിക്കുന്നത്. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്ത് യേശുതമ്പുരാൻ പറയുന്നു, ഈ ചെറിയവരിൽ ഒരുവന് ശിഷ്യൻ എന്ന നിലയിൽ ഒരു പാത്രം തണുത്ത വെള്ളം കൊടുക്കുന്നവന് തൻ്റെ പ്രതിഫലം നഷ്ടമാകുകയില്ല. ദൈവരാജ്യത്തിൽ ചെറിയ കാര്യങ്ങളൊന്നുമില്ല. ഒരു ആശ്വാസവാക്ക്, ഒരു പ്രാർത്ഥന, ഒരു സഹായഹസ്തം, ഇതൊക്കെ സ്വർഗത്തിൽ വിലമതിക്കപ്പെടുന്ന നിധികളാണ്. മനുഷ്യർ മറന്നാലും ദൈവം മറക്കുകയില്ലല്ലോ. നമ്മുടെ ഹൃദയത്തോട് ചേർന്നൊരു ചോദ്യം ചോദിക്കാം, എൻ്റെ ജീവിതം യേശുവിനെ ഏറ്റുപറയുന്നുണ്ടോ? എൻ്റെ വാക്കുകളും പ്രവൃത്തികളും ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നുണ്ട്? ഈ ലോകം പല കാര്യങ്ങൾ നിറഞ്ഞ തിരക്കുകൾ നിറഞ്ഞ, പക്ഷേ നമ്മുടെ ജീവിതം യേശുവിനെ പ്രഖ്യാപിക്കുന്ന ഒരനുഭവമായി തീരുവാൻ സാധിക്കുന്നുണ്ട്. നാം ചുമക്കുന്ന ക്രൂശുകൾ ക്രിസ്തുവിൻ്റെ വഴികളായി തീരുന്നുണ്ട്. നാം നൽകുന്ന ചെറിയ പ്രവർത്തനങ്ങൾ സ്വർഗത്തിൻ്റെ സുഗന്ധമായി മാറേണ്ടതില്ലേ? അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹിതയായ കർത്താവേ, മനുഷ്യരുടെ മുൻപാകെ ധൈര്യത്തോടെ അങ്ങേ ഏറ്റുപറയുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളുടെ ക്രൂശുകൾ വിശ്വാസത്തോടെ ചുമക്കുവാനും ചെറിയ സ്നേഹപ്രവൃത്തികളിലൂടെ അവിടുത്തെ സ്നേഹം ലോകത്തോട് പങ്കുവയ്ക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ സാക്ഷ്യമായി മാറുവാൻ അവിടുന്ന് ഇടയാക്കണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.